ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അവലുണ്ടെങ്കിൽ അവലെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. ചോറ്, പിന്നെ കുറച്ച് തേങ്ങയും ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അവൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം അവൽ കുതിർക്കാൻ വെച്ചിട്ട് അവലും ചോറും നന്നായിട്ട് അരച്ച് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്തു. പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് അരച്ച് ചേർത്തു, ഉപ്പും കൂടെ ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പല്ലുക്കുട്ടൻ അത് കണ്ടപ്പോൾ അവനും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. അവനും ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുട്ടക്കറിയാണ് വെക്കുന്നത്. മുട്ടക്കറിയുടെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് അരിയാനായിട്ട് ഞാൻ പോയി. സവോളയാണ് ആദ്യം എടുത്തത് കേട്ടോ. സവോള അരിഞ്ഞു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം എടുത്തു വെച്ചു. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടു. കുക്കറിൽ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം 2-3 വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തോളും. സവോളയിൽ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി വെക്കേണ്ട. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കുക്കറിൽ നിന്ന് അത് ഇറക്കി വെച്ചിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ അതിലേക്ക് എടുത്തിടുക. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ കൊടുക്കാം നമുക്ക്. അതിനായിട്ട് ആ കുക്കറിലുള്ള സവോള സാധനങ്ങളൊക്കെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, ഗരം മസാല ഉണ്ടെങ്കിൽ അതൊരു നുള്ളിടുക. പിന്നെ മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.